Okay, so finally Samsung in the F series second phone, that is Samsung Galaxy F62 Samsung in the launch cheyidu. Namukku nokkam endokke features um edokke specifications aanu Samsung our F62 il koduttirikkunnathu. Adinodoppam thanne ee oru video inde price segment price um pinne ende opinion segment il njan chila interesting um important aya points um share cheyidundi. So video avasanam vare kaanuka. Ningal kandukondirikkunnathu Mr. Perfect Tech enna YouTube channel aanu. Njananu innathe video ishtapedukayanengil video like cheythu channel subscribe cheyan marakanda. Koodal samayam waste cheyade. Let's roll. Samsung Galaxy F62 in the design നോക്കിയാൽ normally Samsung അവരുടെ mid range അല്ലെങ്കിൽ premium mid range segmentലുള്ള ഫോൺസിൽ തരുന്ന ഓൾമോസ്റ്റ് സെയിം ബിൽഡ് ആണ്. പ്ലാസ്റ്റിക്കിന്റെ ബാക്ക് ആണ്, ഗ്ലാസ് സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റും. സോ ഗ്ലാസ് സ്റ്റിക്കിന്റെ ബാക്ക് ആണ്, ഒരു ഗ്രേഡിന്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 3 കളർ ഓപ്ഷൻസ് ആണ്, ബ്ലൂ, ഗ്രീൻ, ഗ്രേ. 218 ഗ്രാം ആണ് ഈ ഫോണിന്റെ വെയിറ്റ്. 9.5 mm തിക്നെസ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല വെയിറ്റും പിന്നെ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു ഫോണാണ്. ഇതിന്റെ മെയിൻ കാരണമാണ് ഇതിലുള്ള 7000 mAh ബാറ്ററി. സോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സാംസങ് ഗാലക്സി M51 ആണ്. ഇതും അത്യാവശ്യം തിക്നെസ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. എന്നാലും വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ആകത്തില്ല. കയ്യിലെടുക്കുമ്പോൾ ഫസ്റ്റ് എടുക്കുമ്പോൾ എന്തായാലും ഫീൽ ആവും, പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ ഒരു നല്ലൊരു വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട് സാംസങ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് കംപ്ലീറ്റ്ലി ഫീൽ ആകത്തില്ല. സോ അത് സാംസങ്ങിൻ്റെ ഒരു നല്ല ഫീച്ചർ തന്നെയാണ്. 6.7 ഇഞ്ചിൻ്റെ ഒരു വലിയ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 420 നിറ്റ്സ് ആണ് മാക്സ് ബ്രൈറ്റ്നസ്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. 393 ppi പിക്സൽ ഡെൻസിറ്റി. സിംഗിൾ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. സോ ഒരു സിംഗിൾ പഞ്ച് ഹോൾ കട്ടൗട്ട് ആണ് സെൻറ്റർ ടോപ്പിൽ. F62 ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ വീണ്ടും ഓർമ്മ വരുന്നത് സാംസങ് ഗാലക്സി M51 ആണ്. ഓൾമോസ്റ്റ് ഈ ഡിസ്പ്ലേ ആണ് അതിലും കിട്ടാൻ പോകുന്നത്. 6.7 ഇഞ്ച് വലുപ്പമുണ്ട്. ഫുൾ HD+ സൂപ്പർ ആംലെറ്റ് പ്ലസ് ആണ്. സൂപ്പർ ആംലെറ്റ് അല്ല, സൂപ്പർ ആംലെറ്റ് പ്ലസ് ഡിസ്പ്ലേ ആണ്. സെൻറ്റർ കട്ടൗട്ട് ഇതിലുണ്ട്. സോ ഓൾമോസ്റ്റ് ഈ ഒരു ഡിസ്പ്ലേ ആണ് അതിൽ വരാൻ പോകുന്നത്. സാംസങ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസ്സറാണ് സാംസങ്ങിൻ്റെ Exynos 9825. അതായത് 2 വർഷം മുമ്പ് ഇറങ്ങിയ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ സാംസങ്ങിൻ്റെ നോട്ട് 10 സീരീസിലുള്ള എക്സാക്ട്ലി സെയിം ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സാംസങ് ഇതിനെ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് 11 ആണ്. സോ ആൻഡ്രോയിഡ് 10 അല്ല, ആൻഡ്രോയിഡ് 11 കിട്ടുന്നുണ്ട്. M51 ഇപ്പോഴും ആൻഡ്രോയിഡ് 10 ആണ്. സോ ആൻഡ്രോയിഡ് 11 കിട്ടുന്നുണ്ട്. ലേറ്റസ്റ്റ് One UI 3.1 കിട്ടുന്നുണ്ട്. സോ അത് രണ്ടും നല്ല ഫീച്ചേഴ്സാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡും ലേറ്റസ്റ്റ് One UI കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല സോ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് അതിൽ മാത്രമല്ല, ചിപ്സെറ്റിൽ മാത്രമല്ല, ഇതിൻ്റെ UI യൂസർ ഇൻ്റർഫേസിലും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസിലും ഉണ്ട്. അതിൻ്റെ മെയിൻ കാരണമാണ് ഇതിൽ കംപ്ലീറ്റ്ലി ഫുൾ ഫ്ലെഡ്ജ് One UI ആണ് കിട്ടുന്നത്. അതായത് നമ്മുടെ A സീരീസിലും S സീരീസിലും കണ്ടുവരുന്ന എക്സാക്ട്ലി സെയിം One UI ആണ്. സോ കോർ One UI അല്ല, പ്രോപ്പർ One UI ആണ് F62 വരുന്നത്. NFC ഓപ്ഷൻ എന്തായാലും ഉണ്ട്. സോഫ്റ്റ്വെയറിൽ സാംസങ് പേയിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ നോക്ക് സെക്യൂരിറ്റി, കംപ്ലീറ്റ് ഫുള്ളി ഫ്ലെഡ്ജ് നോക്ക് സെക്യൂരിറ്റി ഉണ്ട്. M സീരീസ് ഫോൺസിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഹാർഡ്വെയർ ആണോ സോഫ്റ്റ്വെയർ ആണോ, കാരണം പലപ്പോഴും സെക്യൂർ ഫോൾഡർ ഒന്നും കിട്ടാറില്ല. പക്ഷേ F62 കംപ്ലീറ്റ് നോക്ക് സെക്യൂരിറ്റി ഉണ്ട്, അതായത് ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ. സോ ആ ചിപ്പും കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നോർമലി നോക്ക് സെക്യൂരിറ്റിൻ്റെ കൂടെ വരുന്ന സോഫ്റ്റ്വെയർസും ഇതിൽ വരുന്നുണ്ട്. സോ ആ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഇതിൽ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ A സീരീസ് അല്ലെങ്കിൽ S സീരീസ് ഫോൺസിൽ വരുന്ന ചില ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സൈഡ് പാനൽ. സോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ സൈഡ് പാനൽ വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ബ്ലോട്ട്വെയർസും വരും. സോ സാംസങ്ങിൻ്റെ ഫോൺസിൽ നോർമലി ബ്ലോട്ട്വെയർസ് ഉണ്ടാവും, പക്ഷേ നമുക്കത് എടുത്ത് കളയാൻ പറ്റും. സോ യൂസർ എക്സ്പീരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സാംസങ്. അത് വലിയൊരു സംഭവം തന്നെയാണ്. നോർമലി സാംസങ്ങിൻ്റെ A സീരീസിലും S സീരീസിലും M സീരീസിലും ഒരിക്കലും വരാത്ത ഒരുപാട് ഫീച്ചേഴ്സ് സാംസങ് ഈ F62 കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB 128GB, 8GB 128GB, LPDDR4X ആണ് റാം ടൈപ്പ്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പ് ആണ്. അതിനോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കിട്ടുന്നുണ്ട്. സാംസങ് ഗാലക്സി F62 ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ എനിക്ക് വീണ്ടും ഓർമ്മ വരുന്നത് നമ്മുടെ സാംസങ് ഗാലക്സി M51 ആണ്. എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പാണ്, സെയിം സെൻസറാണ്, കംപ്ലീറ്റ്ലി സെയിം. മോഡ്യൂളിൻ്റെ ഒരു ഡിസൈനിൽ വ്യത്യാസം ഉണ്ടെങ്കിലും സെൻസറും പുറത്തുള്ള ക്യാമറ എക്സാക്ട്ലി സെയിം ആണ്. സോ 64 മെഗാ പ്രൈമറി സെൻസർ സോണി IMX 682 കൊടുത്തിട്ടുണ്ട്. സോ അത് നല്ലൊരു സെൻസർ തന്നെയാണ്. M51 വളരെ നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്, ഫോട്ടോസും വീഡിയോസും. സോ ഞാൻ ഇതിലും ആ സെയിം ലെവലുള്ള ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. 12 മെഗാ അൾട്രാ വൈഡ് പ്ലസ് 5 മെഗാ മാക്രോ, പിന്നെ 5 മെഗാ ഡെപ്ത് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ബാക്കി ഒരുപാട് കമ്പനികൾ +2 ആണ് തരുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. +5 എങ്കിലും കിട്ടുന്നുണ്ട്. വീഡിയോൻ്റെ കാറ്റഗറിയിൽ 4K 30 FPS എടുക്കാൻ പറ്റും, പക്ഷേ ഫുൾ HD 60 FPS എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഫ്രണ്ട്
ഫ്രണ്ട് ക്യാമറ പിന്നെ എക്സാക്ട്ലി സെയിം 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അതിലും 4K 30 FPS മാക്സിമം എടുക്കാൻ കഴിയും. സാംസങ് ഗാലക്സി F62 ബാറ്ററി ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ വീണ്ടും ഓർമ്മ വരുന്നത് M51 ആണ്. എക്സാക്ട്ലി സെയിം ആണ്. 7000 mAh ബാറ്ററിയാണ്, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വയർഡ് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ബാറ്ററി ഇൻവെർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും വലിയ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടെ കിട്ടുന്നത് Type C to Type C കേബിളാണ്. ഇതിലും സെയിം ആണ് കിട്ടിയത്. F62 കൂടെ കിട്ടുന്നതും Type C to Type C കേബിളാണ്. സോ നിങ്ങൾക്ക് മറ്റൊരു ഫോൺ ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും ത്രൂ കേബിൾ. ഈ ഫോണിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. സോ സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ഉണ്ട്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ഉണ്ട്, അതായത് 2 വർഷം മുന്നത്തെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ യൂസർ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്, UIയും കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, ഇൻ ഡിസ്പ്ലേ അല്ല. കാരണം ഇൻ ഡിസ്പ്ലേ A സീരീസും S സീരീസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രീമിയം ഫീച്ചറാണ്. പിന്നെ ഫുൾ നോക്ക് സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്, NFC പ്ലസ് സാംസങ് പെയിൻറ്റ് ഫീച്ചർ ഉണ്ട്, വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡ്യുവൽ 4G വോൾട്ടിയാണ്. സോ ഇതൊരു 5G ഫോണല്ല. ഓക്കെ, ഈ ചിപ്സെറ്റ് 5G ചിപ്സെറ്റ് അല്ല, 4G ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു 4G ഫോണാണ്. വൈഫൈ കോളിംഗ് എല്ലാം കിട്ടുന്നുണ്ട്. സാംസങ് ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസിംഗിലാണ് ഇറക്കിയിരിക്കുന്നത്. സോ 6GB 128GB പ്രൈസാണ് 23,999, 8GB 128GB പ്രൈസാണ് 25,999. അതിനോടൊപ്പം തന്നെ ICICI ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ സ്ട്രെയിറ്റ് 2500, അതായത് 2500 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഡിസ്കൗണ്ട് അല്ല, ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. സംഭവം സെയിം ആണ്, ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. സോ അതും വളരെ നല്ലൊരു ഓഫറാണ്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ 21,500 റുപ്പീസിന് വാങ്ങാൻ കഴിയും. ആ ഒരു പ്രൈസ് പോയിന്റിൽ നോക്കാവുന്ന ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. സോ ഞാൻ പറഞ്ഞ പോലെ സാംസങ് ഗാലക്സി M51 ഒരു ഫ്ലിപ്കാർട്ട് വെർഷനാണ്. വ്യത്യാസങ്ങളുണ്ട്, ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഫീച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഫീച്ചേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ M50നേക്കാളും കുറച്ചുകൂടെ പ്രീമിയം ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, S സീരീസിലും A സീരീസിലും വരുന്ന ചില UI ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറ UIയിലുള്ള ഫീച്ചേഴ്സും ഉണ്ട്. ബാക്കി ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻസ് ആണ്. ഡിസ്പ്ലേ സെയിം ആണ്, എനിക്ക് തോന്നുന്നു ക്യാമറ എക്സാക്ട്ലി സെയിം ആണ്, ബാറ്ററി ചാർജിങ് എല്ലാം സെയിം ആണ്. ഇനി ക്യാമറ പെർഫോമൻസ് വിൽ ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ചിപ്സെറ്റ്. സോ നമുക്ക് എന്തായാലും അത് ഫോൺ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സെയിം ക്യാമറ ഒരു മോഡലായതുകൊണ്ട് എക്സാക്ട്ലി സെയിം ക്യാമറ പെർഫോമൻസ് കിട്ടണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം സാംസങ് ഗാലക്സി M51 ഒരു ഹിറ്റ് ഫോണായിരുന്നു. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫ്ലിപ്കാർട്ട് വെർഷനാണ് സാംസങ് F62 ഫോമിൽ ഇറക്കിയിരിക്കുന്നത്. ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. സാംസങ് ഇപ്പം ഈ ഒരു പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലും നല്ല പവർഫുൾ ഫോൺസ് ഇറക്കാൻ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് M51. ഇപ്പം F62 വന്നിട്ടുണ്ട്. നോർമലി F സീരീസ് ഫോൺസിൽ പഴയ എക്സിനോ ചിപ്സെറ്റ് ആണ് വരുന്നത്. സോ F41 9611 ആയിരുന്നു. ഇപ്പം ഇതിൽ 9825 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ 9611 കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേ ചെറിയ രീതിയിൽ ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് കണ്ടിന്യൂസ് ഗെയിമിംഗ് കളിക്കുമ്പം ചെറിയ രീതിയിൽ പെർഫോമൻസിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അന്തുതു സ്കോർ നോക്കിയാൽ 3,80,000 അതാണ് 3,80,000. പിന്നെ ചിലതിൽ 4 lakh വരെ പോകുന്നുണ്ട്. പക്ഷേ ഒരു 3,80,000 ആണ് ആവറേജ് അന്തുതു സ്കോർ. നല്ല അന്തുതു സ്കോർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല അന്തുതു സ്കോർ തന്നെയാണ്. ഒരു ചെറിയ ടിപ്പ് തരാം. നമ്മുടെ F41, സോ സാംസങ്ങിൻ്റെ F സീരീസിൽ വന്ന ഫസ്റ്റ് ഫോൺ വന്നപ്പം അതിൽ നല്ല ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലും ഉണ്ട്. ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, 2,500 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ആ ഒരു F41 ഒരുപാട് ഓഫേഴ്സ് വന്നിരുന്നു, ഇഷ്ടം പോലെ ഓഫേഴ്സ് വന്നിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിലും അതേ രീതിയിൽ ഓഫേഴ്സ് വരും. 1-2 മാസം കഴിഞ്ഞോട്ടെ ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും ഒരു ഓഫർ സീസൺ വന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിന് ഓഫർ ഉണ്ടാവും. F62 തീർച്ചയായിട്ടും ഓഫർ ഉണ്ടാവും. സോ ചിലപ്പം 20,000 താഴെ കിട്ടിയേക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഓഫറായിരിക്കും, നല്ല ഫോണായിരിക്കും. 20,000 താഴെ ഒരു സംശയം വേണ്ട, നല്ലൊരു ഫോണാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, വരുമോ ഇല്ലയോ എന്നറിയില്ല. എൻ്റെ ഒരു സജഷൻ, ഒരു ടിപ്പാണ്. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. Goodbye.